അപ്പൊ എല്ലാവർക്കും ഋഷി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരിലും വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു പാചക വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറെ വട്ടം ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ് കണ്ണൂർ സ്പെഷ്യൽ എന്താ നെയ്പതലോ. അപ്പൊ അത് നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. നമ്മളെ ഈ നെയ്പതലിന്റെ ഇത് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുഴക്കണത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അശ്വതി പറഞ്ഞു തരും അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. പുട്ടുപൊടിയാണ് എടുത്തത്. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് നമ്മൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ആ പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് നേരം അടച്ചു വെച്ചു. ആ നേരം കൊണ്ട് നമ്മൾ നാളികേരവും ജീരകവും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തു. നന്നായിട്ട് തീരെ വെള്ളം ഒഴിക്കാതെ ചതച്ച് നന്നായി എടുത്തു. അതിനുശേഷം നമ്മൾ ബാക്കി ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളവും പിന്നെ ഈ നാളികേരവും ഇതെല്ലാം കൂടി ചതച്ചതും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചു. ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി ഞങ്ങൾക്ക് മുന്നേ കിട്ടിയത് ഇത് പരത്താനാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായത്. അപ്പൊ ഇപ്പൊ പ്രാവശ്യം ഒരു നമ്മുടെ എന്താ ഫയലില്ലേ കുട്ടികളുടെ പേപ്പറൊക്കെ വെക്കണ ഫയൽ, ആ ഫയൽ എടുത്തിട്ട് അതില് അശ്വതി അരിപ്പൊടി ഇട്ടിട്ട് നമ്മള് ഉരുള വെച്ചിട്ട് ഒരെണ്ണം പരത്തിയത് ഇരിക്കണ്ട. അപ്പൊ ഞാൻ കാണിച്ചു തരാം അശ്വതി എങ്ങനെ പരത്തണെന്ന് പറയണം. കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ. അരിപ്പൊടി ഇടുമ്പോ ഒട്ടണില്ല അല്ലെ, ഷീറ്റിൽ ഒട്ടില്ല. നമ്മള് എണ്ണ ആദ്യം നന്നായി ചൂടാവണം കേട്ടാ. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതേ നമ്മള് വറക്കാൻ പോവാണ്. വറക്കുമ്പോ എന്താ ഒരു ടിപ്പ് എന്ന് വെച്ചാലേ ഈ തിളച്ച എണ്ണയില്ലേ അത് ഇങ്ങനെ ഒരു കയ്യിലോണ്ട് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇത് ശരിക്കും ഇങ്ങനെ വീർത്ത് വരിക. അതിന്റെ മേലേക്ക് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ വീർത്ത് വരണം കണ്ടോ ബോള് ഇതേ കണ്ടോ. ഇങ്ങനെ നമ്മൾ പൂരിയും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇതിപ്പോ നന്നായിട്ട് ബോള് പോലെ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മറിച്ചിടാം. പിന്നെ നമ്മൾ തീ മീഡിയം ഇതിലിട്ടാൽ മതി കേട്ടോ. ഇതേനാട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നെയ്പതലാണ്. നല്ല സോഫ്റ്റ് ആണ് കണ്ടോ, വീർത്ത് ബോള് പോലെ ഇരിക്കണം കണ്ടോ. ഇത് എത്ര ടൈം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ, ബോള് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോലെ എണ്ണ കോരി ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കണ്ണൂർ സ്പെഷ്യൽ നെയ്പതൽ.